ഉണ്ട്. കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ 16 ലക്ഷം രൂപ ഞെട്ടിത്തെരിച്ചാണ് കേട്ടോ അനുമോൾ നിൽക്കുന്നത്. ഈ തുക എങ്ങനെ അവൾ അറിഞ്ഞു? ബിന്നി എങ്ങനെ അറിഞ്ഞു? എന്നാൽ PR താൻ കൊടുത്തിട്ടുണ്ടെന്ന് തൻ്റെ നാവുകൊണ്ട് തന്നെ വീണ്ടും തുറന്നു പറഞ്ഞുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പക്ഷാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സമയം മുമ്പ് ലൈവിൽ അനുമോളും ഷാനവാസും ആദിലയും നൂറയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷനിൽ അനുമോൾ പറയുന്നുണ്ട്, ശരിയാണ് ഞാൻ PR കൊടുത്തിട്ടുണ്ട്, സമ്മതിച്ചു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് കരുതി ഇത്രയും വലിയ എമൗണ്ട് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കടം തീർക്കില്ലേ എന്ന്. എന്നാൽ PR ടീമിന് കൊടുക്കുമ്പോൾ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ടീമാണല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അഡ്വാൻസ് മാത്രം കൊടുത്താൽ മതി. ഇത്രയും ദിവസം പിടിച്ചു നിന്ന് അതിൻ്റെതായ ഫണ്ട് കിട്ടിയതിന് ശേഷം മാത്രം ബാലൻസ് എമൗണ്ട് കൊടുത്താൽ മതിയായിരിക്കും. 16 ലക്ഷം അനുമോൾ കൊടുത്തിട്ടില്ല, കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കും വന്നിട്ടുണ്ടാവുക, കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വാദിക്കുന്നത് അതാണ്, ഞാൻ കൊടുത്തിട്ടില്ല, ഇത്രയും പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളത്. എന്നാൽ മറ്റൊരു സത്യം കൂടെ അനുമോൾ പറയുന്നുണ്ട്. ബിന്നി PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, അക്ബർ PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, ആര്യം PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ അനുമോൾക്ക് 100% കൺഫേം ആയിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതിലെന്താ മോശം എന്നും കൂടി അനുമോൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ അനുമോളും അക്ബറും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അക്ബറിൻ്റെ ഈ സ്വഭാവത്തിൽ അക്ബറിൻ്റെ വൈഫ് ഇട്ടിട്ട് പോകും എന്നുള്ളത്. അപ്പോൾ അത് അക്ബറിന് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് അക്ബർ ഷാനവാസോട് പറഞ്ഞിരുന്നു അത്രേ, അനുമോൾ PR കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, അവളെ ഞാൻ പൊളിച്ചെടുക്കും, അവളെ ഞാൻ എൻ്റെ റിസപ്ഷൻ വിളിക്കില്ല, അവൾ എൻ്റെ ഭാര്യ, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു പോലും തുടങ്ങിയിട്ടില്ല, എന്നിട്ടും എൻ്റെ ഭാര്യയെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അന്നേ അനുമോൾ PR കൊടുത്തിട്ടുള്ള കാര്യവും അതിൻ്റെ തുകയും എല്ലാം തന്നെ അക്ബർ പറഞ്ഞിരുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോൾ ഷാനവാസ് എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഇപ്പോൾ ഇങ്ങനൊരു ടാസ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പോയത് PR കൊടുക്കാണ്ട് വന്നവരും PR കൊടുത്തിട്ട് വന്നവരും തമ്മിലുള്ള ഡിഫറൻസ്, കളിക്കുന്നവരാണ് വീട്ടിൽ നിൽക്കേണ്ടത് അല്ലേ, അല്ലാതെ കളിക്കാത്തവരല്ല നിൽക്കേണ്ടത്. ഇങ്ങനെ PRൻ്റെ ബലത്തിൽ മാത്രം പിടിച്ച് നിൽക്കുന്നവർ കുറച്ച് പേരൊക്കെ ഉണ്ട്. അനുമോൾ അങ്ങനെയൊന്നും പറയുന്നില്ല, അനുമോൾ കളിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു ഉഴപ്പിൽ വന്നെന്നുള്ളൂ, അല്ലാതെ അനുമോൾ കളിക്കുന്നുണ്ട്. PRൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല, കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. എന്നാൽ PRൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്കിൽ അനുമോളുടെ പേരാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇതിൽ പൊട്ടിത്തെറിച്ചും സങ്കടപ്പെട്ടും ലൈവിൽ നിൽക്കുന്ന അനുമോളെയാണ് ഇപ്പോൾ എടുത്ത് കാണുന്നത്. ഇനി എന്തൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.